അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്ത്യപ്രവാചകൻ്റെ അസാധാരണത്തെക്കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയം അസാധാരണ ബാലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടത് മുതലുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ തന്നെ അന്നേ പ്രവാചകൻ ഒരു അസാധാരണ കുട്ടിയായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാനാവും. ഒരു ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് നബിയെ പ്രസവിച്ചപ്പോൾ ഷാമിലെ കോട്ടകൾ മുഴുവനും പ്രകാശിച്ച ഒരു പ്രകാശം കണ്ടു എന്ന് മുസ്തദർക്ക് എന്ന കിതാബിൽ 2-ാം വാള്യം 418 മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായപ്പോൾ തന്നെ അവിടുന്ന് അസാധാരണ കുട്ടിയായിരുന്നു എന്നാണല്ലോ ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ട ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രസ്തുത ഇതൊരു അത്ഭുതമായി പറയേണ്ടതില്ലല്ലോ. സാധാരണ ഒരു കുട്ടിയല്ല എന്ന് വ്യക്തമാക്കാനാണല്ലോ ജന്മസമയത്ത് ഇത്തരം കാര്യങ്ങൾ അള്ളാഹു പ്രകടമാക്കുന്നത്. ലോകം ഇതൊരു അത്ഭുതമായി അംഗീകരിക്കുന്നതും പറയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന കുട്ടിയെ അസാധാരണത്വം അംഗീകരിച്ചത് കൊണ്ടാണ്. ഒരു സാധാരണ കുട്ടിയുടെ ജന്മത്തിന് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് എന്തർത്ഥമില്ലല്ലോ. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായി പ്രസവിക്കപ്പെട്ടത് അള്ളാഹു എനിക്ക് നൽകിയ ഒരു സ്ഥാനമാണ് എന്ന് മുഅ്ജമുസ് സഗീർ 2-ാം വാള്യം 59 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ് പ്രസവിക്കപ്പെട്ടത് എന്ന ഹദീസുകൾ മുതവാത്തിറത്താണ് എന്ന് മുസ്തദർക്ക് എന്ന 2-ാം വാള്യം 202 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന കുട്ടി പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ ചേലാക്രമം ചെയ്യപ്പെട്ടിരുന്നു എന്ന് അനിഷേധ്യമായി തെളിഞ്ഞതാണെന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ജാബിർ തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിച്ചവരായി മറ്റുള്ളവരോടൊപ്പം കഅബയ്ക്ക് വേണ്ടി കല്ലുകൾ ചുമക്കുകയായിരുന്നു. അപ്പോൾ എളാപ്പ അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നീ നിന്റെ ഉടുവസ്ത്രം അഴിച്ച് കല്ലിൻ്റെ ചുവട്ടിലായി ചുമലിൽ വെച്ചാൽ അത് കൂടുതൽ എളുപ്പമാകുമായിരുന്നു. അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുപ്പഴിച്ചു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി നിലം പതിച്ചു. പിന്നീട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവസ്ത്രനായി കാണപ്പെട്ടിട്ടില്ല എന്ന് ബുഖാരി 52, മുസ്ലിം 154 അപ്പോൾ വസ്ത്രം അഴിച്ച ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീഴുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് ഉടൻ കണ്ണുകൾ മേലോട്ട് ഉയർത്തി എൻ്റെ വസ്ത്രം എൻ്റെ വസ്ത്രം എന്നിങ്ങനെ പറയുകയുണ്ടായി എന്ന് മുസ്ലിമിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണപ്പോൾ ഒരു മലക്ക് വന്ന് നബിക്ക് വസ്ത്രം ധരിച്ചു കൊടുത്തു എന്ന് മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിപ്രായത്തിലാണെന്ന കാര്യം പ്രത്യേകം സ്മരണീയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അന്ന് തന്നെ എന്തോ അസാധാരണത്വം പ്രകടമായിരുന്നുവെന്നും അന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ വ്യക്തി അല്ലെന്നും ഈ ഹദീസ് സംശയാതീതമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയ്യ ജനങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. 2 പ്രാവശ്യമല്ലാതെ ആ 2 പ്രാവശ്യവും എന്നെ അള്ളാഹു രക്ഷിക്കുകയും ചെയ്തു. മക്കയുടെ മേൽഭാഗത്ത് മേയുന്ന ആടുകളുടെ കൂട്ടത്തിലായി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഖുറൈശി യുവാവിനോട് ഞാൻ പറഞ്ഞു, നീ ഇന്ന് എൻ്റെ ആടുകളെ നോക്കണം. ഞാൻ ഈ രാത്രി ചെറുപ്പക്കാരനെ പോലെ മക്കത്ത് വച്ചു വ്യാഖ്യത പറയാൻ ആഗ്രഹിക്കുന്നു. ആ യുവാവ് അതിന് സമ്മതിച്ചു. ഞാൻ മക്കയിലെ ഒരു വീട്ടിലെത്തിയപ്പോൾ ഗാനത്തിൻ്റെയും ദഫുകളുടെയും കുയലൂത്തിൻ്റെയും ശബ്ദം കേട്ടു. അതെന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. ഒരു സ്ത്രീയുടെ വിവാഹത്തോടനുബന്ധിച്ചു ഒരുക്കപ്പെട്ട ഗാനമേളയാണെന്ന് എന്നോട് അറിയിക്കപ്പെട്ടു. അത് കേട്ടപ്പോൾ ഞാനത് കേൾക്കാൻ തീരുമാനിച്ചു. പക്ഷേ പെട്ടെന്ന് ഞാൻ ഇറങ്ങിപ്പോയി. ശേഷം സൂര്യൻ ചൂട് തട്ടിയപ്പോഴാണ് ഞാൻ ഉണർന്നത്. പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ശേഷം സൂര്യൻ്റെ ചൂട് തട്ടിയപ്പോഴാണ് ഞാൻ ഉണർന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മടങ്ങി വീണ്ടും മുമ്പ് കേട്ട പോലത്തെ മേളവാദ്യങ്ങളുടെ ശബ്ദം കേട്ടു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പഴയ മറുപടി തന്നെയാണ് കിട്ടിയത്. ഞാനത് കേൾക്കാൻ വീണ്ടും തീരുമാനിച്ചു. അപ്പോഴും മുമ്പ് സംഭവിച്ചതുപോലെ കഠിനമായ ഉറക്കം എന്നെ പിടികൂടി. സൂര്യൻ്റെ ചൂടേറ്റുകൊണ്ടാണ് ഞാൻ അന്നും ഉണർന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ അടുത്തേക്ക് മടങ്ങി. അദ്ദേഹം എന്നോട് കാര്യങ്ങൾ
ഞങ്ങൾ അന്വേഷിച്ചു, ഞാനൊന്നും ചെയ്തില്ല എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവാണ് സത്യം. അതിനുശേഷം ജാഹിലിയ ജനതയുടെ ഒരു പ്രവർത്തനവും ഞാൻ ചെയ്യാൻ കരുതിയിട്ടില്ല, അള്ളാഹുവിൻ്റെ പ്രവാചകത്വം കൊണ്ട് എന്നെ ആദരിക്കുന്നത് വരെ എന്ന് മുസ്തദർക്ക് 4-ാം വാള്യം 245 അപ്പോൾ ജാഹിലിയ ജനങ്ങളുടെ ദുഷിച്ച പ്രവർത്തനങ്ങളിലൊന്ന് അകപ്പെട്ടു അല്ലാതെ നബിയെ അള്ളാഹു രക്ഷിച്ചിരുന്നുവെന്നും അപ്പോൾ ജാഹിലിയ ജനങ്ങളുടെ ദുഷിച്ച പ്രവർത്തനങ്ങളിൽ ഒന്നും അകപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു രക്ഷിച്ചിരുന്നുവെന്നും 2 പ്രാവശ്യം അവരുടെ ഗാനമേളയിൽ പങ്കെടുക്കാൻ കരുതി അള്ളാഹു ഉറക്കിയെന്നും ജാഹിലിയക്കാരുടെ ഒരു പ്രവർത്തനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ചിട്ടില്ല എന്നും മേൽ ഹദീസ് പഠിപ്പിക്കുന്നു. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നു തന്നെ ഒരു അസാധാരണ വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണല്ലോ സാധാരണക്കാരിൽ ഒരിക്കലും സംഭവിക്കാത്ത ഈ കാര്യം നബിയിൽ സംഭവിച്ചത്. 2 ഘട്ടങ്ങൾ മാത്രമാണ് എന്നിൽ അങ്ങനെ ഒരു ചിന്ത നടന്നത്, ചിന്ത കടന്നു കൂടിയതെന്നും അതിൽ നിന്നും അള്ളാഹു എന്നെ രക്ഷിച്ചു എന്ന് നബി പറഞ്ഞതിൽ നിന്ന് അതിനുശേഷം അത്തരം പ്രവർത്തനത്തിൻ്റെ ചിന്ത പോലും നബിയുടെ പ്രകടമായിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചതിന് മുമ്പ് തന്നെ ഈ നിലയിലുള്ള അസാധാരണത്വം പ്രകടമായിരുന്ന തെളിവായി ഇനിയും ധാരാളം ഹദീസുകളുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ മേൽ സലാം ചൊല്ലുന്ന ഒരു കല്ല് മക്കത്തുണ്ടായിരുന്നു. ആ കല്ല് ഇപ്പോഴും എനിക്കറിയാമെന്ന് മുസ്ലിം 2-ാം വാള്യം 245 പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കല്ല് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഈ ഹദീസിൽ നിന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ സാധാരണക്കാരനല്ലെന്നും ഒരു അസാധാരണക്കാരനായിരുന്നു. അവിടെ നിന്നും ഇവിടുത്തെ അചേതന വസ്തുക്കൾ പോലും സമ്മതിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. അതുപോലെ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മേഘം നബിക്ക് തണലിട്ട് കൊടുക്കുന്നതായും മരങ്ങളുടെ തണലുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങിയതായും മറ്റു ഹദീസുകൾ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ അസാധാരണ മനുഷ്യനായിരുന്നുവെന്നും അത് ഇവിടുത്തെ മനുഷ്യരും കല്ലുകളും മരങ്ങളും മൃഗങ്ങളും അംഗീകരിച്ചിരുന്നെന്നും മനസ്സിലാക്കാൻ നമുക്ക് മറ്റ് തെളിവുകൾ വേണമെന്നുണ്ടോ? ഒരിക്കലും വേണ്ട. ആ നബിയുടെ ശഫാഅത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.